ഒലിവ് ഓയിൽ ഇച്ചിരി ഒഴിച്ച്. എൻ്റെ ദൈവമേ, വല്ലതും ഇറ്റാലിയൻസ് ഇതുവെല്ലാം കാണുന്നുണ്ടെങ്കിൽ അവർ വേണേൽ തൂങ്ങിച്ചാവുമായിരിക്കും. പക്ഷേ ഇതാണ് നമ്മുടെ പാസ്ത ആഫ്റ്റർനൂൺ. അടിപൊളി സ്വാദാണ്. ഞാൻ കഴിക്കാൻ പോവുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഐ കൻ ടെൽ യു ദിസ് ഇസ് ഓസം. ഓസം. ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഭയങ്കര മടിയായി. എന്നാൽ പിന്നെ ഇച്ചിരി പാസ്ത ഉണ്ടാക്കാൻ പറ്റും. 1 കപ്പ് പാസ്ത ഇട്ട് വെള്ളത്തിൽ തിളപ്പിക്കാം. ഇച്ചിരി ഉപ്പ് ഇട്ട് ഇച്ചിരി എണ്ണയും ഒഴിച്ച് ഇച്ചിരി സോൾട്ടും ഇച്ചിരി എണ്ണയും ഒഴിച്ച് ഇവനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം, ബോയിൽ ചെയ്തെടുക്കാം. പാസ്ത സോസൊക്കെ കംപ്ലീറ്റ് ഹോം മെയ്ഡാണ്. ഇതാണ് എൻ്റെ പാസ്ത സോസിൻ്റെ സംഭവങ്ങൾ. പാസ്ത സോസൊക്കെ കംപ്ലീറ്റ് തട്ടിക്കൂട്ട് ഹോം മെയ്ഡാണ്. 1 ടൊമാറ്റോ, 5-6 വെളുത്തുള്ളി, പിന്നെ ലാവിഷായിട്ട് ഒലിവ് ഓയിൽ, അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ്, പിന്നെ ആണെങ്കിൽ ഫ്രഷ്ലി ക്രഷ്ഡ് കുരുമുളകും കൂടെ ഇട്ട് നമുക്കിവനെ ഓവനിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നല്ല പോലെ ചാർഡാകുന്നവരെ വേവിക്കാം. മെനക്കെട്ട പണിയും ടൈം കൺസ്യൂമിങ് ഒക്കെയാ, പക്ഷെ എന്ത് ചെയ്യാം. ഈ ചോറുണ്ടോ ഫ്രീസറിൽ നോക്കിയപ്പോൾ സോസേജ് ഉണ്ട്. എന്നാൽ ഇവനെ ഒരെണ്ണത്തിനെയും കൂടി ഇട്ടേക്കാം. അപ്പം പാസ്ത വെന്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം കളഞ്ഞു. ടൊമാറ്റോ ഓവനിൽ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഇതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഈ സോസേജും അതിനകത്തോട്ട് ഇടാം. പ്രത്യേകം ഫ്രൈ ഒന്നും ചെയ്യും. ഗാർലിക്കും കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇതൊന്നെടുത്ത് മിക്സിയിലടിക്കാം. സോസേജ് കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ. സോസിന് വേണ്ടി ആ നമ്മൾ ഓവനകത്ത് വെച്ച് ബേൺ ചെയ്ത ടൊമാറ്റോ, ഗാർലിക്കും കുരുമുളകും ഇച്ചിരി ഒലിവ് ഓയിലും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ നടിച്ചു. സോസേജ് പിന്നെയും ഓവനിലോട്ട് തന്നെ വെക്കാം. ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ചീസ് സ്ലൈസ് ഇട്ടേക്കാം, എന്നിട്ട് ഇളക്കാം. ബാക്കി ടൊമാറ്റോ ഒക്കെ സോസിൻ്റെ കൂടെ നമുക്ക് ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് അങ്ങ് മെൽറ്റ് ആയിക്കോളും. ഏതായാലും ഒരു റിച്ച് സംഭവം തന്നെ ഉണ്ടാക്കാൻ പോകും. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പാസ്ത സോസ് റെഡിയായി. ഉപ്പുമുളകൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ചീസിൻ്റെ കൂടെ ഇതങ്ങോട്ട് നല്ല പോലെ അങ്ങ് മെൽറ്റായി. കാണുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. സോസേജ് നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഈ സോസേജ് കട്ട് ചെയ്തതും കൂടെ ഇതിനകത്ത് ഇട്ട് ഇവനെ ഒന്ന് നല്ലപോലെ ഇളക്കി. പിന്നെ പാസ്ത അല്ലേ, ഒലിവ് ഓയിൽ ഒഴിച്ചേക്കാം. എൻ്റെ തട്ടിക്കൂട്ട് പാസ്ത റെഡിയാണ്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും.